പ്രചരണമൊക്കെ ഇതേ അവസാന റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ഇന്നിപ്പോൾ വയനാടിന്റെ MP AICC ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലേക്ക് വരികയാണ്. PV അൻവറിനായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും തൃണമൂൽ കോൺഗ്രസിന്റെ MPയുമായ യൂസഫ് പഠാന്റെ റോഡ് ഷോ ഉണ്ട്. നിലമ്പൂർ മുതൽ വഴിക്കടവ് വരെയാണ് റോഡ് ഷോ. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. ആസിഫ് മുഹമ്മദിനോട് ചോദിക്കാം എന്താണ് നിലമ്പൂരിലെ പുതിയ വിശേഷങ്ങളെന്ന്. ആസിഫെ, ഗുഡ് മോർണിംഗ്. അവിടെ മഴയുണ്ടെന്ന് തോന്നുന്നു. ആസിഫിനെ കാണുമ്പോഴത്തേക്കും കേരളം ഒട്ടാകെ മഴയാണ്. പക്ഷേ നിലമ്പൂരിൽ മഴയുണ്ടെങ്കിലും മഴയെ വെല്ലുന്ന ചൂടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വയനാട്ടിന്റെ MP വരുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി. മുഖ്യമന്ത്രി ഇന്ന് മൂന്നാമത്തെ പൊതുയോഗങ്ങളിൽ മൂന്നാം ദിവസത്തിൽ അവിടെ പ്രചരണത്തിൽ പങ്കെടുക്കുന്നു. PV അൻവറാകട്ടെ യൂസഫ് പഠാനെ എത്തിച്ചുള്ള തിരഞ്ഞെടുപ്പ്, അങ്ങനെ പ്രചരണം അങ്ങനെ മൊത്തത്തിൽ ഇളക്കി മറിച്ചുകൊണ്ട്, ആ മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ അവസാന ലാപ്പിൽ അവസാന പ്രചരണത്തിലാണ്. എന്തുണ്ട് നിലമ്പൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ ആസിഫ്? ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. എന്തായാലും ശക്തമായ മഴ ആണ് നിലമ്പൂരിലുള്ളത്. കാരണം ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെയാണെങ്കിലും ഇടതോരാതെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ മഴ ഇങ്ങനെ ശക്തമായി പെയ്യുമ്പോഴും പ്രചാരണത്തിൻ്റെ ആവേശത്തിന് ഒരൊട്ടും കുറവില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇന്നലെ ശക്തമായ മഴയിലാണ് ഇന്നലത്തെ പ്രചാരണ പരിപാടികളൊക്കെ നടന്നത്. മുഖ്യമന്ത്രിയുടെ പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ്. ജനങ്ങളുടെ ഒരു സാന്നിധ്യം എന്തോരമുണ്ട് എന്നുള്ളത്. അത്രത്തോളം ആവേശത്തിലാണ് നിലമ്പൂർ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇന്ന് നിലമ്പൂരിൻ്റെ ഒരു മിനി കൊട്ടിക്കലാശം ഇന്ന് നടക്കുകയാണ് എന്ന് നമുക്ക് പറയാം. കാരണം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒരുമിച്ചെത്തിയുള്ള ഒരു പ്രചാരണം, അത് ഈ 4 മുന്നണികൾക്കുമെന്ന് നമുക്ക് പറയാം. അങ്ങനെ 4 മുന്നണികൾക്കും വേണ്ടി അങ്ങനെ ഒരുമിച്ച് വന്ന് പല ഭാഗങ്ങളിലായി നേതാക്കൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിലമ്പൂരിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം തന്നെയാണ് ഇന്നുണ്ടാവുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി എത്തുന്നു എന്നുള്ളത് അവർക്ക് വലിയ ആവേശമാണ്. വയനാട് MP-യാണ്, കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇങ്ങോട്ട് എത്തുന്നു. അതുകൊണ്ട് തന്നെ ആ സ്വീകരണം വലിയ പരിപാടിയാക്കി മാറ്റാനും 2 ഇടങ്ങളിലാണ് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുക. എന്തായാലും റാലി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ശക്തമായ മഴ നിൽക്കുകയാണെങ്കിൽ റാലി ഒഴിവാക്കി പൊതുസമ്മേളനത്തിലേക്ക് മാത്രം പരിപാടി എത്തുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. 2 ഇടങ്ങളിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ റാലി നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന് കാരപ്പുറം മസ്ജിദ് ജംഗ്ഷൻ തുടങ്ങി വില്ലേജ് ഓഫീസിൻ്റെ മുൻവശം വരെയാണ് ആദ്യ റാലി നടക്കുക. അതൊരു 3 മണിയോടുകൂടി ആ റാലി നടക്കും. അതിനുശേഷം രണ്ടാമത്തെ റാലി കാളിക്കാവ് റോഡ് ജംഗ്ഷൻ മുതൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വരെ, പിന്നീട് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലാണ് അവിടുത്തെ പൊതുയോഗം നടക്കുക. അങ്ങനെ 2 ഇടങ്ങളിലായി വലിയ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ റാലികൾ സംഘടിപ്പിച്ച് അങ്ങനെ ആ പ്രചാരണം, ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചാരണം ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഇന്നലെ തന്നെ സംസാരിച്ചപ്പോൾ നിലമ്പൂരിൽ വലിയ വിജയം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയൊക്കെ പങ്കുവച്ചിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള പ്രചാരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നെത്തുന്ന മറ്റൊരു താരപ്രചാരകൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സുകാരനായി സ്വതന്ത്രനായി ഇപ്പോൾ മത്സരിക്കുന്ന അൻവറിന് വേണ്ടി യൂസഫ് പഠാൻ എത്തുന്നു എന്നുള്ളതാണ്. യൂസഫ് പഠാൻ ഇന്ന് 3 മണിക്കാണ് യൂസഫ് പഠാൻ്റെ റോഡ് ഷോ നിശ്ചയിച്ചിട്ടുള്ളത്. അത് നിലമ്പൂരിലെ വലിയൊരു റോഡ് ഷോ അതായിരിക്കും എന്ന് പറയാം. കാരണം കൂടുതൽ സ്ഥലത്തേക്കാണ് ആ റോഡ് ഷോ ഉണ്ടാവുക. അത്രത്തോളം സ്ഥലത്തേക്ക് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് ഷോ ആയിരിക്കും PV അൻവറിന് വേണ്ടി യൂസഫ് പഠാൻ നടത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം മുഖ്യമന്ത്രി മണ്ഡലത്തിലുള്ള കാര്യം നമുക്കറിയാം. മുഖ്യമന്ത്രി 3ാമത്തെ ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്. 3ാമത്തെ ദിവസം ഇന്ന് മുഖ്യമന്ത്രി 3 പൊതു യോഗങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങനെ എല്ലാ തരത്തിലും ഓരോ മുന്നണികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം എത്തിച്ചുകൊണ്ട് നിലമ്പൂരിൽ സജീവ വിഷയങ്ങൾ രാഷ്ട്രീയ ചർച്ചയാക്കി ഓരോ ദിവസവും ഓരോ വിഷയം. ഇന്നെന്തായാലും പുതിയ വിഷയം ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നും നമ്മൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം. ഇന്നലെ പെട്ടി വിവാദമായിരുന്നെങ്കിൽ മിനിഞ്ഞാന്ന് ജമാഅത്തെ ഇസ്ലാമി, PDP അങ്ങനെ പുറകോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ സജീവമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മണ്ഡലമായി തന്നെ നിലമ്പൂർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചാരണം മടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാ ദിവസവും നേതാക്കൾക്ക് ആ പുതിയ
വലിയ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. ആ തരത്തിൽ ഒരു ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് നിലമ്പൂരിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ, വന്യമൃഗ ശല്യം അടക്കമുള്ള വിഷയങ്ങൾ സജീവമായി ചർച്ചയാകുന്നുണ്ട്. ആ തരത്തിൽ നിലമ്പൂർ ഒരു വലിയ ആവേശത്തിലാണ്. ഈ മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയ്ക്ക് പോലും ആ ആവേശം കെടുത്താൻ കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഇന്ന് പ്രിയങ്ക ഗാന്ധി എത്തുന്നു. ആ ദിവസമായതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി അരയും തലയും മുറുക്കി മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം BJP അവരുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ ആസിഫ്, അങ്ങനെ ചുരുക്കത്തിൽ നിലമ്പൂർ അങ്ങനെ ചൂടേറി മുന്നോട്ട് പോവുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം. അവിടെ എല്ലാ മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ എത്തി ആവേശത്തിൻ്റെ ആ പരകോടിയിലേക്ക് നിലമ്പൂർ എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആസിഫാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.